കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി. ഇതോടെ നഗരത്തിലെ ജലവിതരണം മുടങ്ങി. സർക്കാർ ആശുപത്രികളിലെ ജലവിതരണത്തെയും ബാധിക്കും. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ 2 ദിവസമെടുക്കും. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിൽ നീങ്ങുന്നുണ്ടോ? ശരത്ത്, ഇന്ന് രാവിലെ അതായത് 6:30 കൂടിയാണ് കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയിലുള്ള ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എരഞ്ഞിപ്പാലത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തുള്ള അതായത് 60 വർഷത്തോളം പഴക്കമുള്ള പൈപ്പാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പൊട്ടിയിട്ടാണ് വ്യാപകമായി റോഡ് തകരുകയും ഇതിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വിണ്ട് കീറുകയും ചെയ്തിരിക്കുന്നത്. ഇതെവിടെയാണ് പൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് വെള്ളം കുത്തിയൊലിച്ച് 2 വീടുകൾ പൂർണ്ണമായും വീടുകളിലേക്കും മറ്റും വെള്ളം കയറിയിട്ട് അവിടെ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഈ ദേശീയപാതയിലുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. രാവിലെ ഏകദേശം 8-8:30 കൂടിയാണ് ഇവിടെ ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുള്ളൂ. മാത്രമല്ല, ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതായത് ഈ പ്രദേശത്തുള്ള നടക്കാവ് മുതൽ പണിക്കർ റോഡ്, അതുപോലെ തന്നെ ബീച്ച് ഹോസ്പിറ്റൽ ഉൾപ്പെടെ വരുന്ന ഏകദേശം 1000കണക്കിന് കണക്ഷനുകൾ, ആയിരക്കണക്കിന് വീടുകളിലേക്കും മറ്റും പോകുന്ന വെള്ളം ഇതോടുകൂടി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആശുപത്രിയിലും മറ്റും താൽക്കാലികമായി അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വരെ മാത്രമുള്ള വെള്ളം മാത്രമാണ് സംഭരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അത് രാത്രിയോടുകൂടി തന്നെ തീർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കുടിവെള്ളം അതായത് ഈ ദേശീയപാതയോട് ചേർന്ന ഭാഗങ്ങൾ വ്യാപകമായി ഇപ്പോൾ JCB ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഗതാഗതത്തെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഇത് സ്ഥാപിക്കാൻ ഇനിയും സമയങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മുടെ കൂടെ. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസം എന്നല്ല, നമ്മളിന്ന് രാവിലെ 6:30 പൊട്ടിയതാണ്. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കാം. ഏതായാലും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറയുന്നത്. വിനീഷ്, മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്ക് കൂടി കയറുകയാണ്. വിനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.